ആഗമം മീഡിയയുടെ ചരിത്രം സംസാരിക്കുന്നു എന്ന എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരു വ്യക്തി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നതിനോട് വിയോജിപ്പുള്ള അനേകർ ഉണ്ട്. കേരളത്തിലെ പ്രബലമായ ഒരു സമുദായം അഥവാ മതമാണ് ഇസ്ലാം. കേരളത്തിൽ ഏകദേശം 27% ഉണ്ട് മുസ്ലിങ്ങളുടെ ജനസംഖ്യ. ഹിന്ദുക്കൾ ഇവിടെ ഭൂരിപക്ഷം ഉണ്ട് എന്നാണ് ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നത്. വാസ്തവത്തിൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷമില്ല. ഹിന്ദു എന്നൊരു മതം തന്നെ കേരളത്തിലില്ല. കുറെ ജാതികളുടെ കൂട്ടമാണ് ഇവിടെ ഉള്ളത്. ഹിന്ദു മതത്തിന്റെ തണലിൽ ഉൾപ്പെടുത്തുവാൻ ഇവിടുത്തെ സവർണ ഹിന്ദുക്കൾ പിന്നോക്ക ജനതയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള എന്ന് മാത്രം. ഇവിടെ ഉള്ളത് ജാതികൾ മാത്രമാണ്. അതായത് നമ്പൂതിരി, നമ്പ്യാര്, നായര് ഇത്യാദി സവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. ഒരുപക്ഷെ നമുക്ക് അവരെ ഹിന്ദുക്കൾ എന്ന് വിശേഷിപ്പിക്കാം. അവരിൽ തന്നെ നായന്മാരെ ഹിന്ദുക്കൾ എന്ന് വിശേഷിപ്പിക്കാനാവില്ല. കാരണം ഹിന്ദുക്കൾ എന്ന് പറയണമെങ്കിൽ ഹിന്ദു മതത്തിന്റെ ഭാഗമാകണം, ഹിന്ദു ദൈവങ്ങളിൽ വിശ്വസിക്കണം, ഹിന്ദുക്കളുടെ സ്ക്രിപ്ചർ അഥവാ തിരുവെഴുത്തുകളിൽ വിശ്വസിക്കുകയോ അത് വായിക്കുകയോ അറിയോ ചെയ്യണം. ഇതൊന്നും സാധ്യമല്ലാതിരുന്ന കേരളത്തിലോ ഇന്ത്യയിലോ ഉള്ള മഹാഭൂരിപക്ഷം ജനതകളെയും ഹിന്ദുക്കൾ എന്ന ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു കാലത്തും സ്വീകാര്യമല്ല. ഹിന്ദുക്കൾ അവകാശപ്പെടുന്ന വേദങ്ങളോ ഇതിഹാസങ്ങളോ ദർശനങ്ങളോ വായിക്കുവാൻ എന്ന് മാത്രമല്ല നോക്കുവാൻ പോലും ഇവിടത്തെ അധസ്ഥിത ജനതയ്ക്ക് അവകാശമുണ്ടായിരുന്നില്ല. അവരാരും അമ്പലത്തിൽ പോകുമായിരുന്നില്ല. ഹിന്ദുക്കൾ ആരാധിക്കുന്ന ദേവന്മാരെ കാണുവാൻ പോലും അധസ്ഥിതരെ അനുവദിച്ചിട്ടില്ല. എന്നിട്ടും ഇവിടത്തെ മഹാഭൂരിപക്ഷം ജനതകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഹിന്ദുമതമുണ്ടെന്ന് അനേകർ പറയുകയാണ്, പറഞ്ഞു പഠിപ്പിക്കുകയാണ്. അതൊരു വ്യാജ പ്രസ്താവനയാണ്. കേരളത്തിൽ നായർ ഉൾപ്പെടെ കണക്കാക്കുമ്പോൾ 15% ജനസംഖ്യ വരും. അവരെ വേണമെങ്കിൽ ഹിന്ദുക്കൾ എന്ന് പറയാം. അവർ നായരെ പോലും ഒഴിവാക്കേണ്ടതാ. അവർ ശുദ്ര വിഭാഗത്തിൽപ്പെട്ടവരാ. അങ്ങനെയെങ്കിൽ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആളുകൾ 10% പോലും കേരളത്തിലില്ല. പിന്നെ എങ്ങനെ അവർ ഭൂരിപക്ഷം എന്ന് പറയും? ഇവിടത്തെ തീയര്, ഈഴവര്, തണ്ടാമാര്, വിശ്വകർമ്മജര്, പട്ടിക വിഭാഗക്കാര്, അങ്ങനെ ഒട്ടേറെ ആളുകളുണ്ട്. അവര് ആണ് ഇവിടെ ഭൂരിപക്ഷം. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെല്ലാം ഭൂരിപക്ഷം അവർ തന്നെയാണ്. അവരെ ഒഴിവാക്കിക്കൊണ്ട് നാം ഹിന്ദുക്കളുടെ പട്ടിക എടുത്താൽ അങ്ങേയറ്റം 15% മാത്രമാണ് ഇവിടെ ഹിന്ദുക്കളുള്ളത്. അങ്ങനെ കണക്കാക്കുമ്പോൾ 27% വരുന്ന മുസ്ലിങ്ങളുടെ പകുതിയോളം ജനസംഖ്യ മാത്രമാണ് കേരളത്തിലെ ഹിന്ദുക്കൾ. ഇനി ക്രിസ്ത്യാനികളുടെ പറയേണ്ട ആവശ്യമില്ല. 10% ഉണ്ടെങ്കിൽ ആ ക്രിസ്ത്യാനികൾ ഭൂരിപക്ഷവും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അതിൽ പ്രത്യേകിച്ച് അധസ്ഥിതരായ ക്രിസ്ത്യാനികളെ ഇവിടത്തെ സവർണ ക്രിസ്ത്യാനികൾ അംഗീകരിച്ചിട്ടില്ല. അവരെ പള്ളിയിൽ പോലും കയറ്റുമായിരുന്നില്ല. അവരെ ക്രിസ്ത്യാനികൾ ഒന്ന് പേര് പറയാൻ പോലും മടിക്കുന്നവർ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ക്രിസ്ത്യാനികളും ഏറെക്കുറെ ഹൈന്ദവ ജാതീയത പിന്തുടരുന്നവരാണ്. അങ്ങനെ മൊത്തത്തിൽ കേരളത്തിലെ ജനതയെ വിശകലനം ചെയ്യുമ്പോൾ ഏറ്റവും കെട്ടുറപ്പുള്ള ഒരു മതം എന്ന് പറയാവുന്നത് ഇസ്ലാമാണ്. ഇസ്ലാമിന്റെ പ്രത്യേകത അവരുടെ ഇടയിൽ തന്നെ സാഹോദര്യമുണ്ട്. ഒരുപക്ഷെ മറ്റുള്ളവരോട് ആ നിലയിൽ സാഹോദര്യമില്ലെങ്കിലും ഒരു സാഹോദര്യ സംവിധാനം ഇസ്ലാമിയരുടെ ഇടയിലുണ്ട്. അത്രത്തോളം സാഹോദര്യ സംവിധാനം
സാഹോദര്യത്തിന് പുകഴ്പെറ്റ ക്രിസ്തുമത വിശ്വാസികളുടെ ഇടയിൽ പോലുമില്ല, ഹിന്ദുക്കളുടെ ഇടയിൽ ഒട്ടും തന്നെയില്ല. അപ്പൊ അങ്ങനെ ഇരിക്കെ കേരളത്തിലെ എത്രയോ നായന്മാർ മുഖ്യമന്ത്രിയായി. കേരള ജനസംഖ്യയുടെ 1% പോലും ഇല്ലാത്ത മാരാർ സമുദായത്തിൽപ്പെട്ട കെ കരുണാകരൻ മുഖ്യമന്ത്രിയായി. 8% വരുന്ന സുറിയാനി ക്രിസ്ത്യാനികളിൽ നിന്ന് 2 മുഖ്യമന്ത്രിമാരായി. 8% വരുന്ന കേരളത്തിലെ തീയന്മാരിൽ നിന്ന് ഇപ്പോൾ മുഖ്യമന്ത്രിയുണ്ട്. 15% വരുന്ന ഈഴവരിൽ നിന്ന് മുഖ്യമന്ത്രി ഉണ്ടായി 2 പ്രാവശ്യം. ഏതാനും മാസങ്ങൾ മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരാൾ മുഖ്യമന്ത്രിയായി കുറെ ആ നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ രാജിവെച്ച് പോകേണ്ട അവസ്ഥ ഉണ്ടായി. ഈ ഒരു പശ്ചാത്തലത്തിൽ മതേതരത്വം അവകാശപ്പെടുന്ന കേരളത്തിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രി ആകുന്നതിന് എന്ത് തടസ്സം? കേരളത്തിൽ മാത്രമല്ല, മഹാരാഷ്ട്രയിൽ പോലും മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട്, ബീഹാറിലും. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് 3 പേർ അവരോധിക്കപ്പെട്ടിട്ടുണ്ട്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. മാത്രമല്ല, ഹിന്ദു തീവ്രവാദികൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്നു, അനേക സ്റ്റേറ്റുകൾ മുഖ്യമന്ത്രിയാകുന്നു. കേരള ഗവർണർ പോലും ഒരു തീവ്ര RSSകാരനായിരുന്നു. മറ്റു തീവ്ര RSSകാരനാണ് UP മുഖ്യമന്ത്രിയായിരിക്കുന്നത്. RSSകാർ അവർ എത്രമാത്രം തീവ്രവാദികളാണെങ്കിലും അവർക്ക് മുഖ്യമന്ത്രിയാകാം. പക്ഷെ ഒരു മുസ്ലിമിന് മുഖ്യമന്ത്രിയാകാൻ പാടില്ല എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അപ്പോൾ ഇവിടെ നടക്കുന്നത് ഏതെങ്കിലും പക്ഷപാതപരമായ ഏതെങ്കിലും ഒരു ജാതീയ സംഘടനയെ ഊട്ടിയുറപ്പിക്കുന്ന, അവരുടെ പേരുവിലാസത്തിൽ ഒരു കൂട്ടർ നടത്തുന്ന രാഷ്ട്രീയ മാമാങ്കം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയും. ഒരു ഇന്ത്യൻ പൗരനെ, വിശേഷവിധിയായി കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരു കേരളീയനെ കേരള നിയമസഭയിൽ അംഗമാകാമെങ്കിൽ, അതിനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ, എന്തുകൊണ്ട് ഒരു സാമാജികൻ ഏത് സമുദായത്തിൽപ്പെട്ട ആളാണെങ്കിലും മുഖ്യമന്ത്രി ആകുന്നില്ല, ആകാൻ അയോഗ്യനായിത്തീരുന്നു? ഇവിടത്തെ ജാതീയ ഭ്രാന്താണ്. മനുഷ്യരുടെ ഇടയിൽ നിലനിൽക്കുന്ന വർണ്ണവിവേചനമാണ്. മതങ്ങളുടെ ഇടയിൽ നടക്കുന്ന, മതവിശ്വാസികളുടെ ഇടയിൽ നടക്കുന്ന വിവേചനമാണ്. കേരളത്തിന് ആവശ്യം ഈ വിവേചനം ഒഴിവാക്കുക എന്നുള്ളതാണ്. എല്ലാ മനുഷ്യരും സൗഹൃദത്തോടും സ്നേഹത്തോടും കൂടെ അധിവസിക്കുന്ന സംവിധാനമാണ് കേരളത്തിന് ആവശ്യം. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവര്, വിവിധ സാമുദായിക സംഘടനയിൽപ്പെട്ടവര് ഇതുപോലെയുള്ള മർക്കടമുഷ്ടി സ്വഭാവം ഒഴിവാക്കി എല്ലാവരും സാഹോദര്യത്തോടുകൂടെ, എല്ലാ സമുദായക്കാരും മതക്കാരും തികഞ്ഞ സാഹോദര്യം ഊട്ടിയുറപ്പിക്കുന്ന, അതിനനുസൃതമായ ജീവൻ നയിക്കുന്ന ഒരു വ്യവസ്ഥിതി ഉണ്ടാകാൻ ആഗ്രഹിക്കേണ്ടതാണ്. ഇതുപോലെയുള്ള ജാതീയമായ വിവേചനങ്ങൾ, മതപരമായ വിവേചനങ്ങൾ അവസാനിപ്പിക്കേണ്ടത് സാംസ്കാരിക കേരളത്തിന്റെ അനിവാര്യമായ ഒരു ഘടകം ആണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. തുടർന്നും വിശേഷപ്പെട്ട വാർത്തകളും വിവരങ്ങളും ഞങ്ങൾ ആഗം മീഡിയയിലൂടെ നിങ്ങളോട് പങ്കിടുന്നതാണ്.